വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് അമേരിക്ക പോകുന്നത്. അതായത് അമേരിക്കയുടെ ഡോളർ ഇനി നൽകിയാൽ എണ്ണ നൽകില്ല എന്ന തീരുമാനത്തിലേക്ക് ഇറാൻ എത്തിയിരിക്കുന്നു. പകരം ചൈനയുടെ യുവാൻ നൽകണം എന്നാണ് ഇറാൻ പറയാൻ പോകുന്നത് എന്നുള്ള തരത്തിൽ ചില വാർത്തകൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതായത് പല രാജ്യങ്ങളെയും അല്ലെങ്കിൽ ലോകത്തെ തന്നെ അനിശ്ചിതത്വത്തിലേക്ക് നീക്കുന്ന, സമ്മർദ്ദത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന, പ്രതിസന്ധിയിലേക്ക് തള്ളുന്ന ഒരു വലിയ നീക്കത്തിലേക്ക് പെട്രോ ഡോളർ സിസ്റ്റം ഇല്ലാതാക്കാൻ പോവുകയാണ് ഇറാൻ. ഇത് ഏത് തരത്തിലായിരിക്കും ഇന്ത്യയെ കൂടി ബാധിക്കുക? ശരിക്കും പറഞ്ഞാൽ അമേരിക്കയുടെ ലോകത്തിന് മേലുള്ള കടിഞ്ഞാൺ എന്ന് പറയുന്നത് ഡോളറിന് മേലുള്ള അവരുടെ നിയന്ത്രണമാണ്. ലോകത്ത് എന്ത് കാര്യം നടക്കണമെങ്കിലും അതെല്ലാം തന്നെ ഡോളറിൽ മാത്രമേ നടക്കുള്ളൂ. അപ്പോൾ ഈ വ്യാപാര മേഖല കൃത്യമായിട്ട് ഡോളർ നിയന്ത്രിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇപ്പോഴൊന്നും തുടങ്ങിയതല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ 1974 ഈ പെട്രോ ഡോളർ സംബന്ധിച്ചുള്ള ഒരു പ്രധാന എഗ്രിമെൻറ്റ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ അന്ന് ആഗോളതലത്തിൽ എണ്ണയുടെ കാര്യത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടായി. അന്ന് ഈ GCC രാജ്യങ്ങൾ എന്നറിയപ്പെടുന്ന ഗൾഫ് മേഖലയിൽ നിന്നാണ് ധാരാളം എണ്ണ വാങ്ങുന്നത്. അമേരിക്ക അന്ന് സൗദി അറേബ്യയുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾ എണ്ണ വിൽക്കുന്നത് ഡോളറിൽ മാത്രമേ ചെയ്യാവൂ. അതുകൊണ്ട് സൗദിക്ക് എന്താ ഗുണം? അവരോട് പറയുന്നു, നിങ്ങൾ എന്ന് പറയുന്ന രാജ്യം, അതായത് ഈ അറബ് രാജ്യങ്ങളുടെ മുഴുവൻ നിയന്ത്രണം ഞങ്ങൾ ഏറ്റെടുത്തോളാം, നിങ്ങളെ ആരും ആക്രമിക്കില്ല, നിങ്ങളുടെ സംരക്ഷണം ഞങ്ങൾ ഏറ്റെടുക്കും, നിങ്ങൾക്കുള്ള ടെക്നോളജി ഞങ്ങൾ തരും, നിങ്ങൾക്കുള്ള സഹായങ്ങൾ, വ്യാപാരത്തിലുള്ള സഹായങ്ങൾ എല്ലാം ഞങ്ങൾ തരും എന്ന് പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ സൗദിയെ ഒന്ന് കുരുക്കിലാക്കിയതാണ് ഈ അമേരിക്ക. അന്ന് മുതൽ ലോകത്ത് ഈ ഒപെക് രാജ്യങ്ങൾ, ഒപെക് എന്ന് പറഞ്ഞാൽ എണ്ണ വിൽപ്പന നടത്തുന്ന രാജ്യങ്ങളാണ്, ഈ കൂട്ടായ്മയിലെ രാജ്യങ്ങളെല്ലാം തന്നെ വ്യാപാരം നടത്തുന്നത് ഡോളറിലാണ്. അതായത് ജർമ്മനി പോലെ, ജപ്പാൻ പോലെ, ഓസ്ട്രേലിയ പോലെ, എന്തിന് ഇന്ത്യ പോലും എണ്ണ മേടിക്കണമെങ്കിൽ ഡോളർ കൊടുത്തെങ്കിലേ പറ്റുള്ളൂ. അതായത് അമേരിക്കൻ നയങ്ങളോട് വിരോധമുള്ള, അമേരിക്കൻ നയങ്ങളോട് എതിർപ്പുള്ള രാജ്യങ്ങളും പണം കൊടുത്ത് ഡോളർ വാങ്ങിയിട്ട് അതിൽ വേണം വ്യാപാരം നടത്താൻ. അപ്പോൾ ഡോളർ വലിയ കരുതൽ ശേഖരമായി മാറി. അതുകൊണ്ട് അമേരിക്കയ്ക്ക് ധാരാളമായി ഡോളർ അടിച്ചു കൂട്ടാൻ പറ്റി. ഏതെങ്കിലും കാരണവശാൽ അമേരിക്കൻ ആധിപത്യത്തെ അംഗീകരിക്കാതെ വന്നാൽ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തും. അമേരിക്ക ബാങ്കുകളോട് പറയും ഇടപാട് നടത്തരുതെന്ന് പറയും. ഷിപ്പിംഗ് കമ്പനികളോട് പറയും അവിടത്തേക്ക് ചരക്ക് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകരുതെന്ന് പറയും. അപ്പോൾ എല്ലാ രാജ്യങ്ങളും ഭയപ്പെട്ടു. അങ്ങനെ കാലാകാലങ്ങളായിട്ട് പെട്രോ ഡോളറിന് വലിയ നിലനിൽപ്പുണ്ടായിരുന്നു നമ്മുടെ ഈ ലോകത്ത്. ആ ലോകത്തുള്ള പെട്രോ ഡോളറിനെ അതിജീവിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. ഇപ്പോൾ ഇറാൻ എന്ന് പറയുന്നത് ധാരാളം എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ്. പക്ഷേ കഴിഞ്ഞ 40 വർഷമായിട്ട് അമേരിക്കയുമായിട്ടുള്ള ബന്ധം അത്ര സുഖത്തിലല്ല. കാരണം 1979 അവിടുത്തെ ഷാ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് മതഭരണകൂടം അവിടെ അധികാരത്തിൽ വരികയാണ്. ഈ അധികാരത്തിൽ വന്നതിന് ശേഷം അമേരിക്കയുടെ തിട്ടൂരങ്ങളൊന്നും ഇവർ അംഗീകരിക്കുന്നില്ല. പക്ഷേ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ പല ഘട്ടങ്ങളിലായിട്ട് ഇറാന് മേൽ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തി. അമേരിക്കയുമായിട്ട് ബന്ധമുള്ള കമ്പനികളോട് പറഞ്ഞു, ഇറാനിൽ പോയി നിങ്ങൾ ഓയിൽ കച്ചവടം നടത്തരുത്. അവിടുത്തെ ബാങ്കുകൾ, അമേരിക്കൻ ബാങ്കുകളുണ്ട്, ആ ബാങ്കുകളോട് പറഞ്ഞു ഇറാനുമായിട്ട് യാതൊരുവിധ ബാങ്ക് ഇടപാടും നടത്തരുത്. ഷിപ്പിംഗ് കമ്പനികൾ അങ്ങോട്ടേക്ക് പോകരുത്. ചുരുക്കം പറഞ്ഞാൽ ഇറാനെ ഒറ്റപ്പെടുത്താനുള്ള എല്ലാ നീക്കവും അമേരിക്ക ചെയ്തു. പിന്നീട് ചെറിയ ചെറിയ വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ മാത്രമാണ് അവർക്ക് ഇവരുമായിട്ട് യോജിച്ചു പോകാൻ കഴിയുന്നത്. അങ്ങനെ എല്ലാ മേഖലയിലും ആധിപത്യം സ്ഥാപിക്കുന്ന അമേരിക്കയ്ക്ക് ലോക പോലീസിൻ്റെ കുപ്പായം എടുത്തണിയാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ചൈന ഇറാൻ്റെ സഹായത്തിനായിട്ട് വരുന്നത്. ഒരു രാജ്യം വന്നിച്ച് പറയുകയാണ്, ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം, കുറഞ്ഞ വിലയ്ക്ക് ഓയിൽ തരണം, പകരം ഞങ്ങൾ നിങ്ങൾക്ക് ടെക്നോളജി തരാം, നിങ്ങൾക്ക് ഞങ്ങൾ കുറേ സാധനങ്ങൾ വ്യാപാരത്തിനുള്ളത് തരാം. കാരണം ഒരു വലിയ ആഗോള ബിസിനസ് ഹബ്ബാണ് ഈ ചൈന എന്ന് പറയുന്നത്. ബാക്കി ഞങ്ങൾക്ക് ആണവായുധവും മിസൈലും ഒക്കെ നിർമ്മിക്കാനുള്ള ടെക്നോളജി തരാമെന്നൊക്കെ പറയുമ്പോൾ ഇറാൻ അതിനകത്ത് വീണു. അതിൻ്റെ നേട്ടം ചൈനയ്ക്കും ഉണ്ടായി. അങ്ങനെ ചൈനയുമായിട്ട് ഇറാൻ യുവാനിൽ കച്ചവടമൊക്കെ നടത്തും. ഇപ്പോൾ ഇറാൻ്റെ അധികൃതർ പറയുന്നു ഞങ്ങളുമായിട്ട് ഇനി എണ്ണ വ്യാപാരം നടത്തണമെങ്കിൽ യുവാനിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അമേരിക്ക പറഞ്ഞു അത് പറ്റില്ല, പെട്രോ ഡോളറാണ് നമ്മളുടെ ഏറ്റവും വലിയ കൺകണ്ട ദൈവം, അതിൽ മാത്രമേ നമ്മൾ വ്യാപാരം നടത്താവൂ. യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം എൻ്റെ പിന്നിൽ അണിനിരക്കും എന്ന് പറഞ്ഞു. ജപ്പാനും ഓസ്ട്രേലിയയും കാനഡയും അമേരിക്കയുടെ ഈ തിട്ടൂരങ്ങളെ പൂർണ്ണമായിട്ടും തള്ളിയെന്ന് മാത്രമല്ല, ഞങ്ങൾ ഇറാനുമായിട്ട് പുതിയ വ്യാപാര ബന്ധം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ യുവാന് വില കൂടിയില്ലേ? അപ്പം ഇറാൻ പറയുന്നത് പോലെ ചൈനീസ് യുവൻ എന്ന് പറയുന്ന കറൻസിയിൽ കച്ചവടം നടന്നാൽ അമേരിക്കയുടെ ഡോളറിന് മേലുള്ള ആധിപത്യം അവസാനിക്കുകയും ലോക പോലീസിൻ്റെ കുപ്പായം അഴിച്ചു വെക്കേണ്ടിയും വരും. ചെറിയ കാര്യമാണോ? തീർച്ചയായിട്ടും. അതായത് ഇറാന്റെ കാലനായി അമേരിക്ക അവതരിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ ഇപ്പോൾ ഇത് നിലവിൽ വരുമ്പോൾ പറയാനുള്ളത് അമേരിക്കയുടെ കാലനായി ഇറാൻ. കാരണം ഇറാൻ 4 ദിവസം കൊണ്ട് ഇറാനെ തൂത്തെറിയാം, ഇറാനിലെ ഭരണകൂടത്തെ മാറ്റാം, താൻ നിയന്ത്രിക്കുന്ന തരത്തിലുള്ള ഒരു ഭരണകൂടത്തെ കൊണ്ടുവരാം എന്നൊക്കെ വിചാരിച്ചിരുന്ന ട്രംപിന് തുടക്കത്തിലെ എവിടെയോ പാളി, മൊത്തത്തിലുള്ള പണികൾ. ഇപ്പോൾ യുദ്ധം തുടങ്ങിയിട്ട് 17-18 ദിവസമാകുന്നു. ഇപ്പോഴും എന്ത് ചെയ്യണമെന്നറിയാതെ യുദ്ധം നിർത്തിക്കഴിഞ്ഞാൽ നാണക്കേട്, മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് അമേരിക്ക പോകുന്നതിനിടയ്ക്കാണ് ഇത്തരത്തിലൊരു ആലോചന ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ള വിവരങ്ങൾ വരെ. ഇനി
യുവാനിലാണ്, അമേരിക്കയുടെ കറൻസിയായി യുവാനിലാണ് ഈ ഒരു ഇടപാട് ഇനി നടത്താൻ പോകുന്നതിൽ. ചൈനയുടെ കറൻസിയായി യുവാനിലാണ് ഇനി എണ്ണ വ്യാപാരം ഇറാൻ നടത്താൻ പോകുന്നതെങ്കിൽ എണ്ണയുടെ 20% വന്നു പോകുന്നത് ഈ ഹോർമുസ് കടലിടുക്ക് വഴിയാണ്. മാത്രമല്ല ഏറ്റവും കൂടുതൽ എണ്ണ ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യം ഇന്ത്യയുമാണ്. അപ്പൊ ഈ 20 ദശലക്ഷം ബാരൽ എണ്ണ കടന്നു പോകുന്ന ഒരു ദിവസം കടന്നു പോകുന്ന ഒരു ചെറിയ 34 കിലോമീറ്ററുള്ള ഇടുങ്ങിയ ഒരു ഇടനാഴിയാണ് ഈ ഹോർമുസ് കടലിടുക്ക് എന്ന് പറയുന്നത്. ഇവിടെ ഇറാന്റെ ചൈനയുടെ യുവാനാണ്, കറൻസിയായ യുവാനാണ് ഇനി ഇടപാട് നടത്തേണ്ടത് എന്ന് ഇറാൻ തീരുമാനിച്ചാൽ ലോകം പ്രതിസന്ധിയിലാകും എന്നുള്ളതിന് ഒരു സംശയം വേണ്ട. അതായത് അമേരിക്കയുടെ പവർ പൂർണ്ണമായും തകരും. കാരണം ഇപ്പോൾ അമേരിക്കയുടെ ഡോളറിലായതുകൊണ്ട് സിനിജി നേരത്തെ സൂചിപ്പിച്ചതുപോലെ കരുതൽ ഡോളർ എല്ലാ രാജ്യങ്ങളുമായി നിക്ഷേപം ഡോളറിലായിരിക്കും. ഡോളറാണല്ലോ ഏറ്റവും വലിയ ഇതായിട്ട് നിൽക്കുന്നത്. അങ്ങനെ അമേരിക്കയുടെ സ്വന്തമായി ഡോളർ അടിച്ചു തുടങ്ങുക വരെ ചെയ്തു. അങ്ങനെ ഡോളറാണ് ലോകത്തെ ഏറ്റവും പവറുള്ള പണമായി മൂല്യമായി നിൽക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ഈ പെട്രോ ഡോളർ സിസ്റ്റം അമേരിക്ക എടുത്തു കളയുമ്പോൾ യുവാനാണ് ആ സ്ഥിതിക്ക് വരുന്നതെങ്കിൽ അമേരിക്കയുടെ പവർ കുറയും, ചൈനയുടെ ശക്തി കൂടുകയും ഓയിൽ ട്രേഡിൽ ഒരു ഇൻഫ്ലുവൻസ് ആയി ചൈന മാറുകയും ചെയ്യും. മാത്രമല്ല ഇന്ത്യയുടെ ഓയിൽ കോസ്റ്റ് കൂടും. ലോകം സാമ്പത്തികമായ അനിശ്ചിതത്വത്തിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഈ ഇടനാഴി വഴിയാണ് ദീർഘകാല ഊർജ്ജ ഗതാഗതം നടന്നു പോകുന്നത്. അതെന്തുകൊണ്ടെന്നറിയോ? ശരിക്കും പറഞ്ഞാൽ ഈ US-ന്റെ ആശ്രിതത്വം കുറയ്ക്കാന്നുള്ളത് ചൈനയുടെ എക്കാലത്തെ ലക്ഷ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജോത്പാദക രാജ്യങ്ങളായ സൗദി അറേബ്യ, ഖത്തർ, UAE, ബഹ്റൈൻ തുടങ്ങിയ കുവൈറ്റ് അടക്കമുള്ള രാജ്യങ്ങളൊക്കെ എണ്ണ കൊണ്ടുപോകുന്ന ഈ കണ്ടെടുക്ക് വഴി. അതാണ് ദീർഘകാല എണ്ണ വ്യാപാരം മനസ്സിലാക്കുക. അപ്പൊ ഇതുവഴി മാത്രം എപ്പോഴും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഉണ്ടാകുന്ന ചെറിയ സംഘർഷം, നാവികസേനകൾ തമ്മിൽ സംഘർഷം ഉണ്ടാകും. കാരണം അമേരിക്കയോട് ഇറാൻ പറഞ്ഞത് ഇന്ത്യയുടെയും അതുപോലെ തന്നെ ചൈനയുടെയും ഒഴിച്ച് മറ്റ് കപ്പലുകളൊന്നും ഇതുവഴി കടന്നു പോകാൻ അനുവദിക്കില്ല. എങ്ങാനും കടന്നു പോയാൽ എന്ത് ചെയ്യും? ഇറാൻ ഈ കടലിനടിയിൽ മൈനുകൾ വിതരും, അതിൻ്റെ അടിയിലൂടെ ബാലിസ്റ്റിക് മിസൈലുകൾ വെച്ച് ആക്രമിക്കാം. അങ്ങനെയാണെങ്കിൽ നാവികസേനകൾ തമ്മിലുണ്ടാകുന്ന ചെറിയ സംഘർഷം ആഗോളതലത്തിലുള്ള വലിയ യുദ്ധമായി മാറും. അത് ഒരു കാരണവശാലും അമേരിക്കയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇപ്പോൾ തന്നെ അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ളതുൾപ്പെടെ 17 കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തി. അതുകൊണ്ട് അതിനെ വളരെ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകണം. ഏതെങ്കിലും തരത്തിലുള്ള ഒരു യുദ്ധ സമാനമായ സാഹചര്യം ഉണ്ടാകരുത്. അപ്പോൾ ഇറാൻ ഇപ്പോൾ എന്താ ചെയ്യുന്നത്? ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് അത് വെച്ചിട്ട് അമേരിക്കയെ ലോകരാജ്യങ്ങളെയൊക്കെ ശ്വാസം മുട്ടിക്കുകയാണ്. അവർ പറയുന്ന പോലെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഇപ്പോൾ പറയുന്ന പോലെ പ്രതിദിനം 20 ദശലക്ഷം ബാരൽ എണ്ണ പോയിക്കൊണ്ടിരിക്കുന്നിടത്ത് അതിൻ്റെ എത്രയോ മടങ്ങ് കുറഞ്ഞു. അതോടുകൂടി ആഗോള വ്യവസ്ഥയിൽ എന്താ പറ്റി? ബാരലിൻ്റെ വില കൂടി, എണ്ണയുടെ വില കൂടിയാണ്. $80 പിന്നീട് അത് 100 ആയി, ഇനി 150 ആകാം, 200 വരെയാകാം. വലിയ പ്രശ്നമുണ്ട്. അപ്പോൾ US-ന്റെ സാമ്പത്തിക മേഖലകളെ മുഴുവൻ ലക്ഷ്യം വെച്ചുകൊണ്ട് അതിനെ തകർക്കാനായിട്ട് ഇറാൻ ചില നീക്കങ്ങൾ നടത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഔദ്യോഗികമായിട്ട് ഇറാൻ ഇത് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇറാൻ ഭരണ നേതൃത്വത്തിലുള്ള ചില ഉദ്യോഗസ്ഥർ ഇത് പറയുന്നു. ഇവിടെ അമേരിക്കയ്ക്ക് പറ്റിയ വീഴ്ച എന്താ? അവരൊരു ആക്രമണം നടത്തി. അതിൽ അയത്തുള്ള അലി ഖമനേയി എന്ന് പറയുന്ന പരമോന്നത നേതാവിനെയും അയാളുടെ കൂടെയുള്ള 40ഓളം ഉന്നത ഉദ്യോഗസ്ഥരെ വധിച്ചു. പക്ഷേ ഇസ്രായേൽ വധിക്കുന്നത് എങ്ങനെയാണ്? പ്രധാനപ്പെട്ട നേതാവിനെ, അടുത്ത ഘട്ടത്തിലുള്ള നേതാവിനെ അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി തീർത്തു വരും. ഇത് ഒറ്റ ആക്രമണത്തിൽ ഇവരെല്ലാം തീർത്തു. ഇനി അടുത്ത ഘട്ടം എന്ത് ചെയ്യണമെന്ന് അമേരിക്കയ്ക്ക് അറിയില്ല. എവിടെ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് അറിയില്ല. ലക്ഷ്യം നേടിയ കാര്യം പറയണമെന്നറിയില്ല. ഇന്ത്യ പാക് യുദ്ധത്തിലൊക്കെ ഇന്ത്യ കൃത്യമായിട്ട് ഞങ്ങളുടെ ലക്ഷ്യം നേടി, യുദ്ധം അവസാനിപ്പിച്ചു എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് ഒരു പാളിച്ച പറ്റി. ഈ പാളിച്ചയെ ഇറാൻ മുതലെടുത്തു. അതായത് മൊജ്തബ ഖമനേയി എന്ന് പറയുന്ന പുതിയ പരമോന്നത നേതാവ് വരുന്നു. അവരുടെ പ്രസിഡൻ്റായിട്ടുള്ള മസൂദ് പെസഷ്കിയാൻ നിൽക്കുന്നു. ഇവരുടെ നേതൃത്വത്തിൽ അവിടുത്തെ IRGC വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയും അവരുടെ പ്രോക്സികളെ ഉപയോഗിച്ച് പലയിടത്തും ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തു. ഇത് അമേരിക്ക പ്രതീക്ഷിച്ചില്ല. മാത്രമല്ല വിഘടിച്ച് നിന്ന ഇറാൻ ജനത മുഴുവൻ ഈ അമേരിക്ക കാണിച്ചത് കൊള്ളരുതായ്മയാണെന്ന് പറഞ്ഞ് ഇവരോട് ഒന്നിച്ചു നിന്നു. അങ്ങനെ 2 ഘട്ടങ്ങളായിട്ട് ഇവർ തിരിഞ്ഞു നിന്നപ്പം ഇവർക്ക് അതിനോട് പ്രതിരോധിക്കാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ലോകം മുഴുവൻ വലിയ ഊർജ്ജ പ്രതിസന്ധിയിലേക്ക് നീങ്ങുമ്പോൾ അമേരിക്ക രക്ഷിക്കുമെന്നാണ് കരുതിയിരുന്നത്. അമേരിക്കയ്ക്ക് രക്ഷിക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഇന്ത്യ നടത്തുന്ന ചില ഇടപാടുകളുണ്ട്. നമുക്ക് കുറഞ്ഞ വിലയ്ക്ക് റഷ്യ എണ്ണ തന്നപ്പോൾ നമ്മൾ ഇന്ത്യ അവരുമായിട്ട് രൂപയിലാണ് വിനിമയം നടത്തിയത്. റഷ്യ അവരുടെ റൂബിളിൽ നടത്തി. ഇത് കണ്ടുകൊണ്ട് സൗത്ത് ആഫ്രിക്ക, അതുപോലെ തന്നെ റഷ്യ, ഈ പറയുന്ന ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഇത് പിന്തുടരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അത് ബ്രിക്സ് കൂട്ടായ്മ അല്ലേ?
അതെ, ബ്രിക്സ് കൂട്ടായ്മയിൽ ഇന്ത്യ എന്ത് ചെയ്യുന്നു അതനുസരിച്ച് ഇന്ത്യ രൂപ വെച്ച് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയപ്പോൾ മറ്റ് രാജ്യങ്ങൾ അവരവരുടെ കറൻസി ഉപയോഗിച്ച് എണ്ണ വാങ്ങി. അതിനും ട്രംപിന് വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എണ്ണ റഷ്യയിൽ നിന്ന് വാങ്ങരുത് എന്നൊക്കെയുള്ള ചില തിട്ടൂരങ്ങളൊക്കെ അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടായത്. എന്തായാലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം എങ്ങനെ അവസാനിച്ചാലും നഷ്ടം ഇറാനും ഇസ്രായേലിനുമല്ല, അമേരിക്കയ്ക്ക് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. യുദ്ധം തുടങ്ങിയതിന് അമേരിക്കയ്ക്ക് കിട്ടുന്ന അല്ലെങ്കിൽ അമേരിക്ക നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഡോളറിന്റെ മൂല്യം കുറയുന്നത് തന്നെയായിരിക്കും. അതായത് ഒരു വലിയ മാറ്റത്തിന്റെ ചെറിയ തുടക്കം എന്ന് വേണം ഇതിനെ പറയാൻ. അതായത് 34 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഹോർമൂസ് കടലിടുക്ക് വെച്ചുകൊണ്ട് ലോക സമ്പദ് വ്യവസ്ഥയെ കമ്മാനമാടാനായിട്ട് ഇറാന് സാധിച്ചു. ഇതിലൂടെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഇത്രയും കാലം ഡോളർ ഉപയോഗിച്ചുകൊണ്ട് ലോകത്തെ മുഴുവൻ നിയന്ത്രിച്ചിരുന്ന അമേരിക്കയുടെ പെട്രോ ഡോളർ സമ്പ്രദായം 52 വർഷക്കാലമായിട്ട് നിന്ന ആധിപത്യം അതിനെ പൂർണ്ണമായിട്ടും തൂത്തെറിയുന്നു. പകരം യുവാൻ രംഗത്തേക്ക് വരുന്നു. അങ്ങനെ വന്നാൽ ആഗോള ഊർജ്ജ ഉൽപ്പാദന മേഖലയിൽ നിൽക്കുന്ന എല്ലാ രാജ്യങ്ങളും പതിയെ പതിയെ ഇറാന്റെ ഭാഗത്തേക്ക് ചേരും. അങ്ങനെ സംഭവിച്ചാൽ ഒരേ ഉൽപ്പന്നത്തിന് ലോക വിപണിയിൽ 2 മാർക്കറ്റുകൾ തുറക്കപ്പെടും. കുറേ പേര് ഡോളറിൽ എണ്ണ വാങ്ങും, കുറേ പേര് യുവാനിൽ ഊർജ്ജം വാങ്ങും. അപ്പൊ 2 തരത്തിലുള്ള പ്രതിസന്ധി ഒരു ഉൽപ്പന്നത്തിന് 2 മത്സരാധിഷ്ഠിതമായ വിപണികൾ ഉണ്ടാവും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി മറ്റൊന്നെന്ന് പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ ഈ ഓയിലിനെ ചുറ്റിപ്പറ്റിയല്ല ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധം. ഈ യുദ്ധം എന്ന് പറയുന്നത് 21ാം നൂറ്റാണ്ടിൽ ലോകത്തെ ആര് നയിക്കും എന്നുള്ള കാര്യത്തിലാണ്. ഇത്രയും കാലം അമേരിക്കയ്ക്ക് ഡോളറിന്റെ ആധിപത്യം ഉള്ളതുകൊണ്ടാണ് നയിക്കാൻ കഴിഞ്ഞിരുന്നത്. അതിലേക്ക് റഷ്യയും ചൈനയും സാങ്കേതികമായിട്ട് ചില സഹായങ്ങൾ നൽകുന്നു. ഇതൊഴിവാക്കാൻ വേണ്ടി ഈ ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ഇറാന്റെ വിമാനങ്ങൾ പോലും തകർക്കുന്ന സ്ഥിതികളൊക്കെ ഉണ്ടായി. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. ചുരുക്കം പറഞ്ഞാൽ പെട്രോ ഡോളറിനെ തകർക്കാനായിട്ട് ഇറാൻ ഈ ചൈനയുടെ യുവാനുമായിട്ട് രംഗത്തേക്ക് ഇറങ്ങുന്നു. ലോകത്ത് പുതിയൊരു മത്സരാധിഷ്ഠിത വിപണി തുറന്നു വരാനായിട്ട് പോകുന്നു. അതുമൂലം അമേരിക്കയ്ക്ക് ലോകത്തിനു മേൽ ഇതുവരെ ഉണ്ടായിരുന്ന ആധിപത്യം പതിയെ പതിയെ നഷ്ടമാകാൻ പോകുന്നു എന്നാണ് മനസ്സിലാകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.